ദ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചെങ്കിലും സ്വർണ്ണക്കടത്തും ഹവാലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്താൻ PR ഏജൻസിക്ക് നിർദ്ദേശം നൽകിയത് ആര് എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വിശദീകരണം നൽകേണ്ടി വരും. കാര്യങ്ങൾ വിശദീകരിക്കാൻ സഹായം വേണ്ടെന്ന് മുൻപ് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ PR ഏജൻസികളുടെ സഹായം തേടി എന്നതുകൂടി തെളിയുകയാണ്. ദേശീയ പത്രമായ ദ ഹിന്ദുവിന്റെ പ്രതിനിധിയോട് 30 മിനിറ്റ് സംസാരിച്ചതിനു ശേഷവും ആരുടെ നിർദ്ദേശമനുസരിച്ചാണ് PR ഏജൻസി ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെട്ടതെന്നാണ് കാതലായ ചോദ്യം. മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അറിയാതെയാണോ PR ഏജൻസിയുടെ നിർദ്ദേശം? അറിയാതെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ജാഗ്രത കുറവുണ്ടായെന്ന് സമ്മതിക്കേണ്ടി വരും. ഇനി PR ഏജൻസി സ്വന്തം നിലയ്ക്ക് ഉൾപ്പെടുത്തിയതാണെങ്കിലോ അപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സൂക്ഷ്മത കുറവാണ്. ദേശീയ മാധ്യമത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം വരാൻ PR ഏജൻസിയുടെ സഹായം വേണോ എന്നത് മറ്റൊരു ചോദ്യം. PR ഏജൻസികളുമായി ബന്ധപ്പെട്ട് മുമ്പൊരിക്കൽ ചോദ്യമുയർന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം ഇതായിരുന്നു. നിങ്ങൾ കുറച്ചു കാലമായല്ലോ ഇത് ഈ കയ്യിലും കുത്തി നടക്കുന്നു. ഇപ്പം പുതുതായിട്ട് വന്നതല്ലോ. ഞാനും കുറച്ചു കാലമായി കയ്യിലും കുത്തി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിന് മറ്റാരുടെയെങ്കിലും പെട്ടെന്ന് ഉപദേശം തേടി മറുപടി പറയാന്നുള്ള ശീലമാണ് എനിക്കുള്ളത് എന്ന് അത് സാമാന്യ ബുദ്ധിയുള്ളവരാരും പറയില്ല കേട്ടോ. ഇപ്പോൾ 4 വർഷം പിന്നിടുമ്പോൾ PR ഏജൻസി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി അഭിമുഖം നൽകുന്നെന്ന് പത്രം തന്നെ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ഇനി മുഖ്യമന്ത്രി എന്ത് വിശദീകരിക്കുമെന്നതും ശ്രദ്ധേയം. പൊളിറ്റിക്കൽ ഡെസ്ക് 24.